അത് എത്ര വരി ആയിക്കോട്ടെ, അതിലെ കൂടെ പോയിക്കോട്ടെ. പക്ഷെ സാധാരണക്കാരന് ഇപ്പൊ ഇവിടെ നിന്ന് അപ്പുറത്ത് കടക്കണമെങ്കിൽ അപ്പൊ 100 രൂപ 200 രൂപ ആട്ട കൊടുത്ത് ഇറങ്ങിയേ വരാൻ പറ്റും. ബസ് കിട്ടേണ്ടത് ഇപ്പോൾ പറ്റത്തില്ല. ഒന്ന്, രണ്ടാമത് അവിടെ അപകടം പറ്റും. തട്ടിമുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടത്തില്ല. ഗതികേട് കൊണ്ട് നിയമം തെറ്റിച്ച് സർവീസ് നടത്തേണ്ടി വരുന്ന സ്വകാര്യ ബസ്സിനെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരു ദീർഘവീക്ഷണമില്ലാത്ത റോഡ് വികസനം. ഗതികേട് കൊണ്ട് നിയമം തെറ്റിച്ച് സർവീസ് നടത്തേണ്ടി വരുന്ന സ്വകാര്യ ബസ്സിനെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിൽ നിന്നാണ് ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എന്റെ പിന്നിൽ കാണുന്ന ഈ ഒരു സ്വകാര്യ ബസ് ഡ്രൈവറോട് ചോദിക്കാം, നിങ്ങൾക്ക് വൺ വേ സംവിധാനം തെറ്റിച്ച് മാത്രമേ വർക്കലയിലേക്ക് സർവീസ് നടത്താൻ പറ്റൂ അല്ലേ? ബാക്കിയില്ലാതെ നമ്മൾ നേരെയാണ് പോണത്. വർക്കലയിലേക്ക് പോകുന്ന ഒട്ടുമിക്ക സർവീസ് ബസ്സുകൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് പോണത്. കാറുകാരൊക്കെയാണ് ഒരുപാട് അങ്ങനെ പോണത്. ബസ്സൊക്കെ നേരെ തന്നെയാണ് പോണത്. ഏകദേശം 3 കിലോമീറ്റർ ചുറ്റിക്കളയണം. അപ്പൊ ഈ റണ്ണിംഗ് ടൈം വെച്ച് ഓടി എത്താൻ പറ്റത്തില്ല. സർവീസുകൾ വണ്ടിയിൽ മാറ്റിയിരിക്കും, സർവീസ് പൊട്ടും. എന്തായാലും നിങ്ങളെ 3 കിലോമീറ്ററോളം ചുറ്റി തിരിയണം അല്ലേ? കംപ്ലീറ്റ് വണ്ടി ഇതുവഴിയാ പോണം. പാലം വഴി ഇവിടുന്ന് 7 മിനിറ്റ് കൊണ്ട് ചാവറോട് പാസ് ചെയ്ത് പോകണം. അത് ഒരു കാരണവശാലും പറ്റൂല. പടപ്പാടോളം കറങ്ങി അടിച്ച് പോകണം. അത് 10 രൂപ പോയിന്റ് ആണത്. അത് 7 മിനിറ്റോടെ എത്തൂല. അത് മൊത്തം തെറ്റും. അത് പിന്നെ കൂടെ കേട്ടുണ്ട്. അതിനെ നോക്കണം. എല്ലാം കവർ ചെയ്താൽ പോണത്. ഇവിടെ ഇപ്പോ നല്ല തിരക്കേറിയ സമയമാണല്ലോ, ഓണസമയം. ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസോ ട്രാഫിക് വാർഡനോ ഒന്നും കാണുന്നില്ല. ഹൈവേയുടെ വാർഡനായിട്ട് നിന്ന ഒരാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി, അയാളെ ഹോസ്പിറ്റലിലാണ്. പിന്നെ ഉള്ളത് ഒരാളേ ഉള്ളൂ. പകരം ആളിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എത്തിയിട്ടില്ല. പോലീസും ഇല്ല. അവിടെ ഒരു ഹോം ഗാർഡ് കാണും, ഇവിടെ ഒരാളുണ്ട്. ഈ രണ്ടുപേരേ ഉള്ളൂ. ഈ രണ്ടുപേരെ കൊണ്ട് ഇവിടെ എന്തായാലും പറ്റുന്ന കേസല്ല ഈ ഓണത്തിരക്കിലായി. മെഡിക്കൽ കോളേജ് തിരിഞ്ഞ് IOC കിടക്കുന്നു. ഇതെല്ലാം ഉള്ളത് ശരിക്കും എന്ന് പറഞ്ഞാൽ ചിലപ്പം വാഹനങ്ങൾ ചലിക്കത്തില്ല. ആ രീതിയിൽ അങ്ങ് ബ്ലോക്ക് ആവും. നമ്മള് ടാക്സി ഇട്ടുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കിത് കാണാം. ഇതിന്റെ ബുദ്ധിമുട്ടും എല്ലാവർക്കും അറിയാം. ദേശീയപാതയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ സർവീസ് റോഡുകളിൽ ഭയങ്കര തിരക്കാണ്. അപ്പൊ നമ്മള് ആ മുക്കട ഭാഗത്ത് നോക്കിയാൽ സ്വകാര്യ ബസ്സുകൾ വൺ വേ തെറ്റിച്ച് പ്രവേശിക്കുന്നു. അല്ല, അവിടെ അങ്ങനെ പോകാൻ പറ്റുമോ? അല്ലെന്നുണ്ടെങ്കിൽ എവിടെ പോണം? കല്ലമ്പലം പോണം. പിന്നെ ഇതിലുള്ള യാത്രക്കാരെന്ത് ചെയ്യും? നിയമവിരുദ്ധമായിട്ടാണ് അവിടെ ആ പാലം ചെയ്തിരിക്കുന്നത്. ആ മേൽപ്പാലം കൊണ്ട് യാതൊരു ഗുണവും ഇല്ല. അടിപ്പാത കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാത്ത കേസാണ്. നമുക്കിപ്പോ ഈ സ്വകാര്യ ബസ്സിനെ കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലേ? ബസ്സിനെ കുറ്റം പറയാൻ പറ്റുന്ന ഇപ്പൊ ഒരു 3-4 കിലോമീറ്റർ ഓടിപ്പോകാന്ന് പറഞ്ഞാൽ ഇവർക്ക് കൊടുത്തേക്കുന്ന ടൈമുമായിട്ട് ഓടിയെത്താൻ പറ്റത്തില്ല. അവർ ഈ ബ്ലോക്കിൽ കിടന്ന് ഇവിടെ വന്ന് ആളിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവർ ഇതിൽ കൂടെ പോകും. ഇപ്പൊ പോലീസ് ഇവിടുത്തെ സ്റ്റേഷനിലുള്ളവരൊന്നും എനിക്ക് തോന്നുന്നു അതിന് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. കാരണം ജസ്റ്റ് കയറി വളരെ ബുദ്ധിമുട്ടിയാണ് പോണത്. ആ ഒരു ഇതുണ്ട്. പക്ഷെ ആ അടിപ്പാത ഒരു ഉപയോഗശൂന്യമായ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ. പിന്നെ സർവീസ് റോഡിന് വീതിയില്ലല്ലോ. ഇതെല്ലാം കൂടെ പൊതുവേ ഇവിടെ ഡേറ്റ് തന്നെ ഓണക്കാലവും ഇതുമെല്ലാം കടകളിൽ ഓരം ചേർന്ന് വണ്ടി കൊണ്ടിട്ടേക്കുക. ഇട്ടിട്ട് അവർ ലോക്ക് ചെയ്തിട്ട് അവരിറങ്ങി അങ്ങ് പോവാം. വരുന്ന വണ്ടിക്കോ കന്നഡ യാത്രക്കാരനോ അല്ല. ഒന്നത് കന്നഡ യാത്രക്കാരനില്ല, ഫുട്പാത്തില്ല. ഓടയുടെ മുകളിൽ കൂടെയാണ് നടക്കുന്നത്. അതിലാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഇവിടെ. സ്കൂളൊക്കെ വിട്ട് കഴിയുമ്പോൾ ഇവിടെ ഈ പാരിപ്പള്ളി ജംഗ്ഷനിൽ 10 ആളുകളുടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥരാണ് നമ്മുടെ കൂടെ ഉള്ളത്. 10 ആളുടെ ജോലി ചെയ്യുന്ന സാറിന് ഒരാളുടെ ശമ്പളമാണല്ലേ? ഇവിടെ മതിയായിട്ടുള്ള വാർഡന്മാരില്ല അല്ലേ? സാറിനത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലാക്കിയതാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു 6 പേര് ഡ്യൂട്ടി ചെയ്താൽ തീർക്കാൻ പറ്റാത്ത സെന്ററാണ്. ഈ ആംബുലൻസ് അടക്കം വന്ന് കുരുങ്ങി കിടക്കുന്നു. നല്ല പണിയെടുക്കുന്നുണ്ടല്ലേ? ഇവരുടെയൊക്കെ ജോലി വളരെ കഷ്ടമാണ്. ഇവർ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വെറുതെ ഒരു അലങ്കാരത്തിന് പറഞ്ഞല്ല, 10 പേരുടെ പണിയെടുത്താണ് ഈ ഒരാളിന്റെ ശമ്പളം വാങ്ങുന്നത്. ആ അവസ്ഥയാണ് ഈ ജംഗ്ഷനിലുള്ളത്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് രണ്ട് വണ്ടി ഒരുമിച്ച് അങ്ങോട്ട് കയറി പോകും. അപ്പൊ അവിടെ ഒട്ടും ഇടമില്ല. അത് ഇവര് ചെയ്തതിന്റെ കുഴപ്പം കൂടെയാണ്. കമ്പനി ചെയ്തതിന്റെ കുഴപ്പവും പിന്നെ അതവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. കുറച്ചുകൂടെ അങ്ങോട്ട് മാറി കയറി പോകാൻ ചെയ്യണമായിരുന്നു. ഇതെങ്കിലേ ഈ പോകുന്ന വണ്ടികളെ ക്രോസ് ചെയ്ത് കയറി പോകാൻ പറ്റുമായിരുന്നു. ഈ നിർമ്മാണം ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അല്ല, ഇത് അവിടെ ഇവർ കമ്പനിയുടെ ആ പ്ലാനിൽ ആദ്യം അതില്ലായിരുന്നു. പിന്നെ ഇവിടെ എന്നാലും ശിവഗിരി വർക്കലയിലേക്ക് പോകുന്ന ശിവഗിരിയുടെ പ്രധാന ഒരു പ്രവേശന കവാടമാണത്. അതായിരുന്നു. പക്ഷെ അവിടെ നിന്ന് സ്വാമിയെല്ലാം വന്ന് ഇവിടെ നാട്ടുകാരും പാർട്ടികളും ചേർന്ന് രാവിലെ സമരം നടത്തിയാണ് ഇതിപ്പോ ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ ഇതിപ്പോ ഉണ്ടാക്കില്ല ഒരു ഗുണമില്ല. അത് ഇവിടെ ആരും മെയിൻ ചെയ്തില്ല. ഇത് ഉണ്ടാക്കുന്ന സമയത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിയമം തെറ്റിച്ച് ഇതുപോലെ കയറി ആ റോഡേ ഓടുമ്പോഴത്തേക്ക് നിയമം തെറ്റിക്കണം. 2 വണ്ടി ഒരുമിച്ച് വരത്തില്ല. ഒരു ബസ് വന്ന് വരുമ്പോ നമുക്കും വരാക്കൂല. നിയമം ലംഘിക്കാൻ അടിപ്പാണ്. ഒന്നാമത്തേത് ഒരു ദീർഘവീക്ഷണമില്ലാത്ത റോഡ് വികസനം. അവിടെ ഒരു പാലം വെച്ചിരിക്കുന്ന ആ റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആ പാലം കുറച്ചുകൂടെ മുന്നോട്ട് ക്രോസ് ആയിട്ട് വെക്കണമായിരുന്നു. ഈ NH ക്രോസ് ആയിട്ട് ചെയ്യണമായിരുന്നു.
അവിടെ കുറെ സംഘടനകൾ കുറെ സമരം ചെയ്ത് കുറെ കാശ് മേടിച്ച് കുട്ടടിച്ച് തീർന്നു. അല്ല, അതൊരു നിസ്സാര സമരമായി കാണാൻ കഴിയില്ല. ചരിത്ര പ്രസിദ്ധമായ ശിവഗിരി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ശിവഗിരിയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു പ്രവേശന കവാടമാണ്. ശരി തന്നെയാണ്, അവർ സമരം ചെയ്തത് ശരി തന്നെയാണ്. അവിടെ ഈ പാലം നിർമ്മിച്ചപ്പോ എന്തുകൊണ്ട് അവർ ഇങ്ങനെയല്ല അങ്ങനെ ചെയ്യണമെന്ന് അവർ പറഞ്ഞില്ല. ഇതിൽ എന്ത് ദീർഘവീക്ഷണമാണ് അതിലുള്ളത്? ദീർഘവീക്ഷണം എന്ന് പറഞ്ഞാൽ പാരിപ്പള്ളിയിൽ നിന്ന് വർക്കല പോണ പ്രധാനപ്പെട്ട റോഡാണ്, കേരള ഹൈവേ ആണ്. ആ ഹൈവേയിൽ പാരിപ്പള്ളിയിൽ നിന്ന് വർക്കലോട്ട് തിരിയാൻ നേരത്ത് ഈ ഹൈവേ അവിടെ അങ്ങനെയാണോ ചെയ്യേണ്ടത്? ആ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യണം എന്ന് ഇതിന്റെ പ്ലാനും സ്കെച്ചും കേന്ദ്രത്തിന് സമർപ്പിക്കണം. കേന്ദ്രത്തിന് 6 വരി പാത ഉണ്ടാക്കുക എന്നുള്ള ഒരു ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. അവർക്ക് ഇവിടെ ജംഗ്ഷൻ ഉണ്ടോ മറ്റോ മറിച്ചതുണ്ടോ എന്നൊന്നും അവർക്ക് അറിയത്തില്ല. ഇവിടെ ജംഗ്ഷൻ ഉണ്ട്, ഇങ്ങനെ ഇടുങ്ങിയ സ്ഥലമാണ്. ഓരോ സ്ഥലങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് ചില പ്രാധാന്യം ചെയ്യേണ്ട ആരാണ്? അതേ ഗവൺമെന്റുകൾ ചെയ്യണം, അതേ ഗവൺമെന്റുകൾ ചെയ്യണം. നമ്മൾ കേരളമാണ്, കേരളത്തിന് ഇവിടെ സ്ഥല സൗകര്യം കുറവാണ്. ഫ്ലൈ ഓവറുകൾ ചെയ്തു കഴിഞ്ഞാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം, ജനങ്ങൾക്ക് ചെയ്യാം, 4 വരി ഉണ്ടാക്കാം. വികസനം അത്യാവശ്യമാണ്, ഇത്തരം ഫ്ലൈ ഓവറുകളൊക്കെ ആവശ്യമാണ്. കാര്യം വാഹന യാത്രക്കാരുടെ സമയത്തിന് വിലയുണ്ട്. പെട്ടെന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തെത്താനുള്ള സംവിധാനമൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് കാരണം മറ്റുള്ളവർ ബുദ്ധിമുട്ടുന്ന അവസ്ഥ അത് അത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ എത്തിയാൽ മതിയോ? ഈ ഇടയ്ക്ക് താമസിക്കുന്നവരെന്തോ ചെയ്യും? സർവീസ് റോഡിന് വീതിയില്ല. മുന്നേൽ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ വണ്ടി ഓവർടേക്ക് ചെയ്യാനോ ഒന്നുമില്ല. വണ്ടി ഒരെണ്ണം വഴിയിലായി പോയാൽ ഒന്നുമില്ല. അതുകൊണ്ട് ഫ്ലൈ ഓവർ ആവുന്ന നേരത്ത് ഇവിടെ 2 വരി കിട്ടും, അവിടെ 2 വരി കിട്ടും, 4 വരി കിട്ടും. അപ്പം ജംഗ്ഷനുകളിൽ കടക്കാരെല്ലാം ഇനിയിപ്പോ പോകും. എന്തായാലും ഈ 6 വരിയാണ് 8 വരിയാണെന്നൊക്കെ പറയുന്നു. കണക്കുകൾ അങ്ങോട്ട് ശരിയാവുന്നില്ല. അത് എത്ര വരി ആയിക്കോട്ടെ, അതിലെ കൂടെ പോയിക്കോട്ടെ. പക്ഷെ സാധാരണക്കാരന് ഇപ്പൊ ഇവിടെ നിന്ന് അപ്പുറത്ത് കടക്കണമെങ്കിൽ അപ്പൊ 100 രൂപ 200 രൂപ ആട്ട കൊടുത്ത് ഇറങ്ങിയേ വരാൻ പറ്റും. അപ്പം ദീർഘവീക്ഷണമില്ലാത്ത റോഡ് വികസനം, അത്രേ ഉള്ളൂ. അതേ പറയാനുള്ളൂ. ഏതായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് കണക്കുകൾ അങ്ങോട്ട് ശരിയാവുന്നില്ല സാർ. 6 വരിയും 8 വരിയൊക്കെ പറഞ്ഞിട്ട് വരികളൊന്നും കാണുന്നില്ല. ഇവിടെ ഇരുന്ന് നോക്കുന്നത് ഈ വണ്ടികളൊക്കെ എപ്പോ ഇടിക്കും, എപ്പോ ബ്ലോക്ക് ആവുന്നതാണോ? ഓട്ടം നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങളൊക്കെ ആണല്ലോ ഇവിടെ എപ്പോഴും ഉള്ള ആൾക്കാർ. നിങ്ങൾ കാണുന്നതാണല്ലോ ഇവിടുത്തെ പതിവ് ഗതാഗത. ഡെയിലി 2 ഇടി ഇവിടെ കാണും ആ വളവിൽ. ഇടിയുടെ കാര്യം പോട്ടെ, ഇവിടെ ഒരു അടിപ്പാത ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. വർക്കലയിലേക്കുള്ള പ്രവേശന കവാടമാണെന്നാണ് പറയുന്നത്. ശിവഗിരി പോലുള്ള ചരിത്ര പ്രസിദ്ധമായ സ്ഥലത്തേക്കുള്ള പ്രവേശന കവാടം. അവിടെ 1 വേ തെറ്റിച്ചാണ് ഇവിടെ സ്വകാര്യ ബസ്സുകളൊക്കെ പോകുന്നത്. എല്ലാ വാഹനം പോകുന്നത് അവരുടെ ഗതികേട്. അവർ ഗതികേട് തന്നെയാണ്, വേറെ ഒന്നുമല്ല. 2-3 കിലോമീറ്റർ കറങ്ങി പോകുമായിരുന്നു. അവിടെ കറങ്ങി പോകുന്നിടത്ത് അവർ ക്രോസ് ചെയ്തിട്ട് ആ എൻട്രി അങ്ങ് അടയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബസ് തിരിഞ്ഞു പോവില്ല. അവിടെ ഒരു 2 സ്ഥലത്തൊരു എക്സിറ്റ് ഉണ്ട്. പക്ഷെ അവിടെ പോകണമെങ്കിൽ ബസ് യൂട്ടെടുത്ത് പോകാൻ പറ്റത്തില്ല. ഒന്ന്, രണ്ടാമത് അവിടെ അപകടം പറ്റും. ഹൈവേ നിന്ന് വരുന്ന വണ്ടികൾ സ്വാഭാവികമായിട്ട് കുറച്ച് സ്പീഡ് വരുന്നതാണ്. ആ ഭാഗത്തൊക്കെ തിരക്ക് കുറഞ്ഞ ഭാഗമാണ്. പദ്ധതി അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ പാരിപ്പള്ളിയിൽ നിന്ന് ആ മുക്കട വരെ 2 വേ റോഡാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് അതിന് ഒരു റോഡ് ഇതിലെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് വാഹനങ്ങളും മറ്റൊക്കെ അങ്ങനെ അങ്ങ് പോവുകയും ചെയ്യും. ഇവിടുന്ന് അപ്പുറത്തെ റോഡിൽ നിന്ന് ഇറങ്ങി എക്സിറ്റ് ആയിട്ട് ശിവഗിരി പോകുന്നവർക്ക് പോവുകയും ചെയ്യാം, കിഴക്കുന്ന് വരുന്ന വാഹനങ്ങൾക്ക്. അപ്പൊ അതിന് പകരം ആ പാലം പൊളിക്കുകയില്ല. എന്തായാലും പാലത്തിന്റെ സൈഡിൽ തന്നെ അവർ പറഞ്ഞെങ്കിൽ ഇതൊരു 3-4 മീറ്റർ വീതിയുള്ള വഴിക്കകത്തൊരു 2 കൂട്ടർ ഇഴഞ്ഞു പോവുകയാണ്. ആ സ്ഥിതി ഉണ്ടാക്കി വെച്ചതാണ്. ഇവിടെ എങ്ങനെ സഞ്ചരിക്കണമെന്നൊരു പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അത് ആവശ്യമുണ്ട്. ഇവിടെ ഉള്ള വണ്ടികൾ എങ്ങനെയും അത് തുടങ്ങി പോകും. പിന്നെ ഇത് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോങ് വേയിൽ പോകുന്ന വണ്ടി തട്ടിമുട്ട ചെയ്ത് കഴിഞ്ഞാൽ ഒരുത്തർക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടത്തില്ല. അത് മെയിനായിട്ട് ഡ്രൈവർമാർക്ക് തന്നെയാണ് അതിന്റെ പണി കിട്ടാൻ പോണത്, മറ്റേ വണ്ടി രജിസ്റ്റർഡ് ഓണർമാർക്ക്. നമുക്ക് എത്ര വരി പാത ഉണ്ടെങ്കിൽ ഈ മുക്കടയിലെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും? മുക്കടയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മേളിലുള്ള പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. പിന്നെ അവിടെ അവിടെ ആ പാലം പണിഞ്ഞത് നമ്മളെ വർക്കലയ്ക്ക് തിരിയുന്നതിന്റെ അവിടെ ആയിരുന്നെങ്കിൽ വളരെ സുഖങ്ങളായി. മുക്കടയിലെ യഥാർത്ഥത്തിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ 45 മീറ്റർ എടുത്തതാണ് ഈ വിഷയം വന്നത്. 60 മീറ്റർ ആയിരുന്നെങ്കിൽ ഞാൻ വലിയ വണ്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളിവിടെ കേരളം കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും 60 മീറ്ററാണ് ചെയ്യുന്നത്. ഈ 60 മീറ്റർ ആകുമ്പോൾ ഈ പാലം അല്ലെങ്കിൽ മെയിൻ റോഡ് വീതി വിടുന്നല്ല, സർവീസ് റോഡുകളും അതിനനുബന്ധിച്ചുള്ള പാർക്കിംഗ് റോഡുകളും പിന്നെ സ്റ്റോപ്പുകളൊക്കെ ഉണ്ടാവും. അവിടെ ഈ വിഷയം വരുന്നില്ല. നമ്മളൊരു പരസ്പര ധാരണയിൽ പോയാൽ എല്ലാ വണ്ടിയൊക്കെ പോകാനും. ശരി, നമുക്ക് രാഷ്ട്രീയമൊന്നും പറയുന്നില്ല, എങ്കിലും പറയാണ്. ഈ ഇവിടെ ബന്ധപ്പെട്ട കുറച്ച് ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ MLA ഉണ്ട്, പഞ്ചായത്തുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവർക്കാർക്കും അറിയില്ല എന്ന വിഷയം. രാഷ്ട്രീയം വിടും. അവരൊക്കെ കൂടെ ചേർന്ന് തന്നെ ഇതിന് തടസ്സം ഉണ്ടാക്കുന്നത്. ദീർഘവീക്ഷണമല്ല. അവരൊക്കെ ഈ ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്സ് പറയുന്നതല്ല, രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പടുത്ത കാര്യം സാധിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് പിന്നീട് എന്ത് സംഭവിക്കുന്നുള്ളതല്ല. അതിന്റെ ഫലമാണല്ലോ ഈ 45 മീറ്റർ മതിയെന്ന് പറഞ്ഞ് ഇവിടുത്തെ 20 MP പോയി സമരം ചെയ്തവിടെ. ഇതുവഴി ഈ സ്വകാര്യ ബസ് കടന്നു ചെന്നിട്ട് അവിടെ ഒരു ഗതാഗത കുരുക്കുണ്ടെ ഒരു ആംബുലൻസിൽ വരുന്ന ഒരു രോഗി മരിച്ചാൽ അവർക്കൊന്നുമില്ല. അവർക്ക് എന്താ പ്രശ്നമുള്ളത്? മരിക്കുന്ന ആളിന് പ്രശ്നമുണ്ട്. അത്ര തന്നെ KSRTC ബസ്സല്ലേ ഇവിടെ കൊണ്ടിടുന്നത്. ഇവിടെ ഒരു ബസ് ഇടും, അവിടെ ഒരു ബസ് ഇടും. അവിടുന്ന് ഒരു ആംബുലൻസ് വന്നാൽ പോകത്തില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ആളിനെ കയറ്റില്ലോ അല്ലേ? അല്ല, മുമ്പോട്ട് നിർത്താലോ. അവരത് ചെയ്യത്തില്ല. ഇത് നമുക്കിത്
ചർച്ച ചെയ്തപ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ പാലത്തിന്റെ പണി കഴിഞ്ഞ് ഇതുവഴി സർവീസ് ആരംഭിച്ചാൽ പോലും ചിലപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് പറ്റും. കാരണം ഇപ്പൊ ഈ ഓടുന്ന വണ്ടികളിൽ 80% വണ്ടികൾ മേലൂടെ പോകും. പിന്നെ ഇതൊരു വലിയ തിരക്കേറിയ ജംഗ്ഷനാണ്, മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന സ്ഥലം. നമ്മൾ ഈ പണത്തറ റോഡ്, പരൂർ റോഡാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. അവിടെ നിന്ന് വരുന്ന വാഹനങ്ങളാണ്. ഇവിടുന്ന് ഇത്ര വണ്ടി വരുന്നത് അറിയാമോ? കൊട്ടാരക്കര ഭാഗത്തു നിന്ന് മുതൽ തുടങ്ങി നിലമേലായൂർ, പുനലൂരിൽ നിന്ന് വരുന്ന വണ്ടികളുണ്ട്. കടക്കൽ നിന്ന് എന്ത് തിരക്ക് കുറഞ്ഞാലും ഈ മുക്കടയിലെ കാര്യം എങ്ങനെ പരിഹരിക്കുക? ഇപ്പൊ തൽക്കാലം ഈ പറഞ്ഞേക്കുന്ന കണക്ക് അതിനകത്തൂടെ കയറി പോകുന്ന വണ്ടിയെ പോവുള്ളൂ, കണ്ടെയ്നർ ഒന്നും പോകുന്നില്ല. ഒരു ബസ്സിന്റെ ടൈം എന്ന് പറഞ്ഞാൽ പാരിപ്പള്ളിയിൽ നിന്ന് ചാവറോഡ് പോകാൻ 6 മിനിറ്റാണ്. 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ഗ്യാപ്പ് ഇട്ടാണ് അവർ 6 മിനിറ്റില് അവർ അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് ആ ബ്ലോക്കും കഴിഞ്ഞ് കടമ്പാട്ടോണം വഴി പോകുമ്പോൾ അവർക്ക് ആ സമയം കിട്ടത്തില്ല. അവിടെ സ്റ്റോപ്പ് കിട്ടും. അത് വർക്കലയിൽ ചെന്നിട്ട് പിന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണെങ്കിൽ പിന്നെ അതും കിട്ടത്തില്ല. ഗേറ്റ് അടച്ചാൽ പിന്നെ കിട്ടത്തില്ല. ക്യാമറാമാൻ അനീഷ് മംഗളത്തോടൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.